നമസ്കാരം, ഞാൻ എം ജി പ്രതീഷ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. അപാകതയില്ല, അന്വേഷണം തുടരും. സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അപാകതയില്ലെന്ന് ഹൈക്കോടതി. ക്രൈംബ്രാഞ്ചിന് തുടരന്വേഷണവുമായി മുന്നോട്ടു പോകാം. ജസ്റ്റിസ് കമാൽ പാഷയുടെ നിരീക്ഷണം സ്വാമിയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ. പോസ്റ്റ്മോർട്ടം ദൃശ്യങ്ങളിൽ പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേടുകൾ കണ്ടെത്താനായില്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി നിരവധി കത്തുകൾ കോടതിക്ക് ലഭിക്കുന്നുണ്ട്. 2 മാസം കഴിഞ്ഞ് കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കമാൽ പാഷ. കേഡറിൽ കൂട്ടക്കുഴപ്പം. സംസ്ഥാന സർക്കാരിനെ കുഴപ്പത്തിലാക്കി പോലീസ് കേഡർ വിവാദം. വിജിലൻസ് ഡയറക്ടറായി DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട്. നിർദ്ദേശം വിജിലൻസ് ഡയറക്ടറുടെ DGP കേഡർ ഒഴിച്ചിട്ട് മറ്റു തസ്തികകളിൽ നിയോഗിതരായ ഋഷിരാജ് സിംഗിന്റെയും ലോക്നാഥ് ബെഹ്റയുടെയും ശമ്പളം അക്കൗണ്ടന്റ് ജനറൽ തടഞ്ഞതിന് പിന്നാലെ. നടപടിയിൽ പ്രതിഷേധിച്ച് സർക്കാർ നൽകിയ താത്കാലിക ശമ്പള സ്ലിപ്പ് ബെഹ്റയും ഋഷിരാജ് സിംഗും കൈപ്പറ്റിയില്ല. ഉന്നത പോലീസ് തസ്തികകളിലെ നിയമന കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനെതിരെ ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകിയത് കഴിഞ്ഞ ദിവസം. വിജിലൻസ് ഡയറക്ടറുടെ DGP കേഡർ തസ്തിക തരം താഴ്ത്തിയ സർക്കാർ ഋഷിരാജ് സിംഗിനെയും ബെഹ്റയെയും നിയമിച്ചത് യഥാക്രമം ജയിൽ, ഫയർഫോഴ്സ് മേധാവികളായി. ചട്ടവിരുദ്ധ നടപടി ചൂണ്ടിക്കാട്ടി ഇരുവരും നൽകിയ കത്തുകൾ അവഗണിച്ചെന്നും ആക്ഷേപം. കുരുക്കിന്റെ കരുനീക്കം. മുഖ്യമന്ത്രിക്ക് കുരുക്കിടാനുള്ള ജേക്കബ് തോമസിന്റെ നീക്കങ്ങൾക്കിടെ അഴിമതി ആരോപണ കേസിൽ അദ്ദേഹത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ്. DGPക്കെതിരെ വിജിലൻസ് നേരത്തെ നടത്തിയ രഹസ്യ പരിശോധനാ റിപ്പോർട്ട് നേരിട്ട് ഹാജരാക്കാനും വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം. ലോകായുക്ത ഉത്തരവ്. മുഖ്യമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ ജേക്കബ് തോമസിന് അനുമതി നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ജേക്കബ് തോമസിനെതിരായ രേഖകളും മൊഴികളും പരിശോധിക്കുമെന്നും ലോകായുക്ത. ചൌഹാനെ ചൊല്ലി 2ാം അംഗം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗജേന്ദ്ര ചൌഹാന്റെ അധ്യക്ഷ പദവിയെ ചൊല്ലി വീണ്ടും സംഘർഷം. ചൌഹാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതിനിടെ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ ലാത്തിചാർജ്. TV സീരിയൽ അഭിനേതാവായ ഗജേന്ദ്ര ചൌഹാൻ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ചലച്ചിത്ര പഠന കേന്ദ്രത്തിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് കഴിഞ്ഞ ജൂണിൽ. ചൌഹാനെ മാറ്റണമെന്ന ആവശ്യവുമായി 4 മാസത്തോളം പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ പിന്നീട് സമരം പിൻവലിക്കുകയായിരുന്നു. സ്ഥാനമേറ്റ ഗജേന്ദ്ര ചൌഹാന് അക്കാദമിക് കൌൺസിലിന്റെ ചുമതലയില്ല. കൌൺസിൽ ചെയർമാനായി പ്രമുഖ സീരിയൽ സംവിധായകൻ BP സിംഗ്, രാജ്കുമാർ ഹിറാനിയും സതീഷായും കൌൺസിൽ അംഗങ്ങൾ. അനുനയവും അടവു നയവും. JDUവിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെ വീരേന്ദ്രകുമാറുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച. കോഴിക്കോട് വീരേന്ദ്രകുമാറിന്റെ വസതിയിൽ നടന്ന കൂടിക്കാഴ്ച JDUവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് സൂചന. സോണിയാഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ UDF ഘടകകക്ഷി നേതാവെന്ന നിലയിൽ മുന്നണിയിലെ അതൃപ്തി അറിയിച്ച വീരേന്ദ്രകുമാർ പിന്നീട് പിണറായിയുമായും ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒത്തുതീർപ്പ് ശ്രമം JDUവിന്റെ ഇടതു പ്രവേശത്തിന് വഴിയൊരുങ്ങുന്നതിനിടെ. വീരേന്ദ്രകുമാറുമായി വ്യക്തിപരമായ വിദ്വേഷമില്ലെന്നും ഉള്ളത് രാഷ്ട്രീയ ഭിന്നതകൾ മാത്രമെന്നും പിണറായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം വീരേന്ദ്രകുമാറിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ. ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പിണറായി പറഞ്ഞതിലും രാഷ്ട്രീയ സൂചനകൾ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.